ഇതാ വീട് കേട്ടോ. വാ വാ, ഇന്നലെ തോന്നിട്ട് പറഞ്ഞ പ്രകാരം തന്നെ ആളില്ലേ. ആരാ? ഞങ്ങള് അമ്മ സർവീസിന്ന്. അപ്പൊ സാറെ വിളിച്ചിരുന്നു. ഞാൻ വിളിച്ചിട്ടുണ്ട്. ഇതാണ് ആളല്ലേ? കല്യാണം കഴിഞ്ഞ? ഇല്ല, അമ്മ വയ്യാണ്ട് കിടക്കണായിരുന്നു. നന്നായേ ഉള്ളൂ. പിന്നെ നിങ്ങളെ സർവീസ് ഒക്കെ കുഴപ്പമില്ല, പക്ഷെ ക്യാഷ് കുറച്ച് കൂടുതലാണല്ലോ. ഈ സാറ് 52,000 രൂപ എന്നിട്ട് ഞങ്ങള് അത് കൂടുതലല്ലല്ലോ സാറേ? 40 ദിവസം ഉണ്ടല്ലേ? കുറച്ച് ഓരോ കുഴപ്പമില്ല, ആള് കൊള്ളാലോ. പണികളൊക്കെ അറിയാം, വീട്ടിലെ എല്ലാ കാര്യങ്ങളും അറിയാം. അതെ അതെ. നമ്മള് ഒരു ഡ്യൂട്ടി കഴിഞ്ഞാൽ വിളക്ക് ഏറ്റുകൊണ്ട് ഡിമാൻഡ്. അതെയാ? മക്കളെ കുറച്ച് ഏജ് ഓവറുള്ള ആളുകളാണ്. അതങ്ങനെയല്ല, കുട്ടികളെ ഉണ്ണീനെ നോക്കല് മാത്രല്ല, ബാക്കി വീട്ടിൽ കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യാനൊക്കെ. അതാണ് നമുക്ക് ആവശ്യം. നമുക്ക് ഉണ്ണീനെ നോക്കാൻ വന്ന ഉണ്ണീനെ മാത്രം നോക്കണവരുണ്ട്, അതല്ല അവളെ കാര്യം കൂടി ശ്രദ്ധിക്കണം. അല്ല അത് ചെയ്യും. പിന്നെ ഇപ്പൊ ഈ മരുന്നുണ്ടല്ലോ, മരുന്നൊന്നും ഞങ്ങളെ കമ്പനി കൊടുക്കുന്നതിനും എന്താ റെഡിമെയ്ഡ് മരുന്നുകളല്ല. മരുന്നൊക്കെ ഇവർക്ക് കൂട്ടുപുറത്ത് വൈദ്യശാലയെ പോയിട്ട് ഇവരെന്നെ വാങ്ങിക്കൊടുന്ന് കഷായങ്ങൾ, വെപ്പ് കഷായങ്ങളായിട്ട് അതൊക്കെ അറിയോ? ആ പണികളൊക്കെ സന്തോഷം. പിന്നെ ബെറ്ററാണ് അങ്ങനെയൊക്കെ അറിയുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടി ചെയ്യുന്ന ആളുകളാണ്. കയറിക്കോളൂ, കുട്ടിനെ. ഞാൻ സാറാ നാളത്തെ ഞങ്ങൾ വന്ന കുട്ടിനെ കാണുന്ന ഒരു ചടങ്ങുണ്ട് ഈ വരുന്ന. നല്ലതാണ്. നാളെ പോയിട്ട് റെഡി ആയിക്കോ. ചേച്ചി പിന്നെ നിക്കാൻ ആളായിട്ട് വന്ന ആളായിരുന്നേ. അവരോട് അടുത്തേക്ക് പോയിട്ടുണ്ട് ഡ്രസ്സ് മാറാൻ വേണ്ടി. ആളുകളെ ഏട്ടനൊക്കെ ഇഷ്ടപ്പെട്ടു. നല്ല സർവീസ് കൊടുക്കുന്ന ആളാണ്. പിന്നെ ഞങ്ങള് അമ്മ സർവീസിന് ആളുകൾക്കേ കുട്ടീനെ കാണുന്ന ചടങ്ങുണ്ട്, ഞങ്ങൾ എല്ലാവർക്കും ചെയ്യുന്നതാണ്. അല്ല, അതിപ്പോ കുട്ടീനെ കാണാൻ പെണ്ണുങ്ങളല്ലേ വരുന്ന പറഞ്ഞേ? അല്ല, ഞങ്ങളെല്ലാം ആകെ ലേഡീസ് സ്റ്റാഫ് ഒന്നേ ഉള്ളൂ. അവര് പാലക്കാട് പോയിക്കാണ് ഒരാളായിട്ട്. ഇപ്പൊ വീടുക്കും വേറൊരു വീട്ടിൽ കൂടി ഞാനാ വന്നത്. കുട്ടി ഉറങ്ങാണ്. നിർബന്ധാണ് ഞാൻ കണ്ടെന്നാ. ഇല്ല, കുഴപ്പമില്ല. എന്നാ പിന്നെ ആ ഇത് ഇവിടെ ചെയ്യാണെങ്കിലും ഞാൻ പൊട്ടന്ന് ചോദിക്കാൻ വേണ്ടി ഇരുന്നിട്ടിരുന്നു. ഏത് ചെയ്യണെങ്കിൽ? അല്ല, ഇങ്ങനെ കൊടുക്കുന്ന ആൾക്കേ ഒരു ചെറിയൊരു അതൊക്കെ ഏട്ടനോട് പറഞ്ഞാൽ മതി. ഏട്ടനോട് ഉണ്ട്. അതെ, കോലായ്മണ്ട്. കുട്ടിക്ക് പേരിട്ടോ? ആവണല്ലോ. ശരി കേട്ടോ, നല്ല നോക്കണം കേട്ടോ അവരെ. ശരി. അവര് ഞങ്ങളല്ല ഏട്ടാ. സാറേ സാറേ കുറച്ചായാലും പോയിട്ടില്ലേ? സാറ് വണ്ടി കഴുകുക? വണ്ടി ആകെ പൊടിയാണ്, കഴുകല്ല, ഒന്ന് തട്ടണം. കാരണം കുറച്ച് ദിവസം എടുത്തിട്ട്. 2 ദിവസം മുമ്പ് വിളിച്ചിരുന്നല്ലോ, അപ്പൊ സാറ് നല്ല ബിസി ആയിരുന്നല്ലോ. കോള് കണ്ടിരുന്നോ? കണ്ടിരുന്നു. നമ്മള് കൊടുന്നാക്കിയ ആളെങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? സൂപ്പറാ. ഞാൻ നടത്താന്ന് കൊടുന്നൊക്കെ പറഞ്ഞില്ലേ നല്ല ആളാന്നുള്ളത്? ഉഷാറാണ്. അതല്ലേ? പിന്നെ സാറേ, നമ്മള് സാധാരണ ഇതിൽ ഒരു 10 ദിവസം 15 ദിവസം കഴിയുമ്പോഴേ സെക്കൻഡ് പേയ്മെന്റ് കമ്പനിക്ക് നമ്മുടെ അമ്മ സർവീസിന് ഇട്ട് കൊടുക്കാറുണ്ട് എല്ലാവരും. സാർ അതിനെ പറ്റാന്ന് വിളിച്ചിരുന്നത്, മേഡം വിളിച്ചിരുന്നത് കമ്പനിയിൽ നിന്ന്. ഒരുമിച്ച് പോരെ? അല്ല മതി, അങ്ങനെയാണെന്ന് പിന്നെ സാറ് മേഡത്തെ വിളിച്ച് പറയണം. പറഞ്ഞാൽ മതി. ഒരുമിച്ചാണ്ട് സെറ്റ് ചെയ്യലോ, നല്ലേ കഴിയാറായല്ലോ. ഇനിയിപ്പോ 10-12 ദിവസം ഉള്ളൂ അല്ലേ? അതെ, കഴിഞ്ഞ ഒന്നായിട്ട് എടുക്കലല്ലേ മതി. പിന്നെ സാർ അപ്പൊ ഞാനെന്നാലും അങ്ങോട്ട് ആയിക്കോട്ടെ. അല്ല, ഞാൻ ബസ്സിനാണ് വന്നതേ. ചെറിയൊരു മറ്റേ സർവീസിന്റെ പൈസ അത് വേറെ ഗൂഗിൾ പേ ചെയ്യാം. നമ്പർ അറിയാം ചെയ്യാട്ടാ. അതെ, ഞാൻ കുറച്ച് തിരക്കായി തോന്നുന്നു, കയ്യിൽ ക്യാഷ് ആയിട്ട്. ശരി. അല്ല, ആളെങ്ങനെ? എന്താ സാർ ഉദ്ദേശിച്ചത്? അതല്ലടോ, നമുക്ക് സ്ഥിരമായിട്ട് ഇവിടെ കിട്ടുമോ? സാറേ ഒക്കെ വേറെ കല്യാണം പറഞ്ഞു സ്ഥിരമായിട്ട് വിട്ട സാറ് കല്യാണം കഴിക്കാനാ? അല്ലടോ, ഞാൻ പോവല്ലേ. ഇവളിപ്പോ പ്രസവം കഴിഞ്ഞിട്ട് ഇനി ഒറ്റയ്ക്കല്ലേ, അമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ. ഇനി സ്ഥിരമായിട്ട് ഇവിടെ കിട്ടുകയാണെങ്കിൽ നമ്മളിപ്പോ കൊടുത്ത ശമ്പളം കുറച്ച് കൂട്ടി കൊടുക്കാം, അതാ ഉദ്ദേശം. അങ്ങനെ അത് സാറ് നന്നാവും. പക്ഷെ അവളെ കൊണ്ട് സമ്മതം ചോദിക്കണം. അത് പറ്റൂല, അവളിങ്ങനെ സർവീസിന് പോകണം. ഞങ്ങളെ കമ്പനി മേഡത്തോട് ചോദിക്കണം. ചോദിച്ചോളൂ, ചോദിച്ചൊരു കറക്റ്റ് റിസൾട്ട് തന്നാൽ മതി. അതല്ലേ? നമുക്ക് നല്ല ഇഷ്ടമായുള്ളൂ, ഇവിടെ സർവീസ് ഒക്കെ സൂപ്പറാ. അത് ഞാൻ സാറാന്ന് കൊടുത്താൽ പറഞ്ഞിരുന്നു നല്ല സർവീസാ കിട്ടാന്ന് പറഞ്ഞു. ഇഷ്ടമല്ലേ അല്ലേ? അടിപൊളിയാണ്. അവളോട് ചോദിച്ചാൽ ഞാൻ സൂചിപ്പിക്കാം. സ്ഥിരമായിട്ട് കിട്ടുകയാണെങ്കിൽ എന്താ അറിയോ, ഉപകാരമായി. അതല്ലേ? അപ്പൊ അതിന് സാർ എന്നെ വേറെ കണ്ടറിയണം. എനിക്ക് എന്താ വെച്ചാൽ കണ്ടറിയാം. നമുക്ക് അവളോട് കിട്ടിയാൽ മതി. കാരണം എന്താ പറയാ, കുട്ടീനെയും തള്ളനൊക്കെ ഭംഗി നോക്കുന്നുണ്ട്. കാരണം ഒരു കൂടപ്പുറപ്പ് വരെ അവിടെ നിൽക്കുന്നത്. അങ്ങനത്തെ ആളെ നമുക്കോട് കിട്ടുന്ന ഉപകാരല്ലേ? ആയിക്കോട്ടെ സാർ. ഞാൻ ആദ്യം തെറ്റിദ്ധരിക്കരുത് അങ്ങനെ. എല്ലാവരും സ്ഥിതി മൊത്തത്തില്
ഇങ്ങനെയുള്ള കുട്ടികൾ വരുമ്പോ ചിന്തിക്കണം അങ്ങനെയാണ്. ആ ഒരു ഗ്രൂപ്പ് വെച്ചിട്ടാണ്. സാറാ ചോദ്യം കേട്ടപ്പോ ഞാൻ ആകെ ബേജാറായി പോയി. അങ്ങനൊന്നുമില്ല, എല്ലാവരും അങ്ങനെ കാണാൻ പാടില്ല നമ്മള്. ശരി, ഓക്കെ സാറേ, ഞാൻ അവിടെ നിന്ന് കാണുന്നാല്.